അന്ന് എനിക്കിതൊരു കോമഡി ആയിരുന്നു. എനിക്കെന്നല്ല, നമുക്ക് പലർക്കും ഒരു സംഭവം കോമഡിയാണ്. പക്ഷെ എന്താ അന്യായ പെർഫോമൻസ് ആണല്ലേ. ഇപ്പോൾ ആ ഡയലോഗിൻ്റെ ഡെപ്തും ആ സീൻ്റെ ഡെപ്തൊക്കെ കറക്റ്റ് അറിയുന്നുണ്ട്. അമ്മേ, എന്റെ പ്രകടന പത്രികയില് ഞാൻ അമ്മയ്ക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. വലിയ വീടും കാറും അങ്ങനെ പലതും. എന്താ എല്ലാം ശരിയായോ? ഇല്ലമ്മേ, ഓ അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്കൊന്നും വേണ്ട ഉണ്ണി. നിന്നെ ഈ കടക്കാരത്ത് ഓടിക്കണത് കാണാതിരുന്നാ മതി. ഇനി ആരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു കൂട്ടം ചെയ്യാൻ പോവാ. അതെന്താ? ഒക്കെ കഴിയുമ്പോ അറിഞ്ഞാ മതി. അറിയുമ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. എന്നെ ക്ഷമിക്കരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ അച്ഛനോട് അമ്മ പറയണം, ഈ ഉണ്ണി പാവായിരുന്നു, അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ സാധനം. ഓ സീൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പെർഫോമൻസ് മൈൻഡ് ബ്ലോയിങ്. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മയും ഇത്തരം ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് വളർത്തിയിട്ടുണ്ടാവില്ല. അതിലൊക്കെ വരും. ബിക്കോസ് ഇറ്റ്സ് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു നമ്മുടെ അച്ഛനമ്മ തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മൾ പലരും ഈ ഒരു വഴിയിലൂടെ ട്രാവൽ ചെയ്ത് ആ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സീൻ കണ്ടപ്പോൾ വല്ലാത്ത സ്ട്രൈക്കായി. റിയലി മൈൻഡ് ബ്ലോയിങ്. ഇതാണ് ആക്ടർ, ജനപ്രിയ നായകൻ എന്ന് എടുത്തു പറയാവുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ്.